ഖൻസ എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിലും ഇസ്ലാമിലും ജീവിച്ച ഒരു കവിയത്രിയാണ്. ഇന്നും അറബി ഭാഷ പഠിക്കുന്ന ആൾക്കാർ, അറബി സാഹിത്യം പഠിക്കുന്ന ആൾക്കാർ ഖൻസായിൻ്റെ കവിതകൾ പഠിക്കുന്നുണ്ട്. ഖൻസാൻ്റെ 2 കാലാണ്, ജാഹിലിയത്തും ഇസ്ലാമും. ജാഹിലിയത്ത് ഒരു മനുഷ്യനെ എങ്ങനെ മാറ്റുമെന്നതിനുള്ള തെളിവാണ് ഖൻസ. ഖൻസാൻ്റെ 2 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്, മുആവിയ, സൊഹർ. ഇവർ 2 പേരും ജാഹിലിയത്തിൽ നടന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ ഈ 2 സഹോദരന്മാർ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വർഷങ്ങളോളം ഖൻസ കരഞ്ഞു തീർക്കാൻ, വിലാപ കാവ്യങ്ങൾ എഴുതാൻ. ഖൻസാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതകൾ വിലാപ കാവ്യങ്ങളാണ്. സൊഹറി എന്ന സഹോദരൻ, അത് ഖൻസാനെ വല്ലാതെ സ്വാധീനിച്ചൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതിയ വിലാപ കാവ്യങ്ങൾ കരഞ്ഞ് 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 കണ്ണ് വെളുത്തു എന്നാണ് ചരിത്രത്തിലുള്ളത്. അങ്ങനെ ഖൻസായിൻ്റെ ഗോത്രം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ മദീനയിൽ വരുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നു. ഖൻസാവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖാദിസിയ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ ഖൻസാന് 4 ആൺകുട്ടികളാണ്. ഖാദിസിയ യുദ്ധത്തിന് മുസ്ലിം സൈന്യം പുറപ്പെടുന്നതിന് മുമ്പ് ഖൻസ ഈ 4 ആൾക്കാരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നാളെ മുസ്ലിം സൈന്യം പോകുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ഉമ്മയെ നമുക്ക് ചരിത്രത്തിൽ കാണാം. ദുനിയാവ് കുറച്ചേ ഉള്ളൂ, നിങ്ങൾ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോത്സാഹനം കൊടുത്ത്, പിന്തുണ കൊടുത്ത് ഖൻസ 4 മക്കളെയും ഖാദിസിയ യുദ്ധത്തിന് പറഞ്ഞേക്കാണ്. അങ്ങനെ ഖാദിസിയ യുദ്ധം കഴിഞ്ഞു, ഇസ്ലാമിക സൈന്യം വിജയിച്ചു, മുസ്ലിങ്ങൾ മദീനയിൽ തിരിച്ചെത്തി. മദീനയിൽ തിരിച്ചെത്തിയ സൈന്യത്തിൽ നിന്ന് ഖൻസ എന്ന ഉമ്മ കേൾക്കുന്ന വാർത്ത, നിങ്ങളുടെ 4 മക്കളും ഖാദിസിയ യുദ്ധത്തിൽ ഷഹീദുകളായിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത്, 4 മക്കളുടെ മരണവാർത്ത ഒരേ സമയം കേൾക്കുന്ന ഒരു ഉമ്മയുടെ മനസ്സെന്തായിരിക്കും? പക്ഷെ ഖൻസ പതറിയിട്ടില്ല. ഖൻസ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വാക്കും പറഞ്ഞിട്ടില്ല. ഖൻസ അതിൻ്റെ പേരിൽ വിലാപ കാവ്യങ്ങൾ രചിച്ചിട്ടില്ല. ഖൻസാവ് പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിസ്തിഷ്ഹാദിഹിം വഅർജു മിൻ റബ്ബി അൻ യജ്മഅനി ബിഹിം ഫീ മുസ്തഖരി റഹ്മതിഹി. എൻ്റെ 4 മക്കൾക്കും ഷഹാദത്ത് കൊടുത്ത് എന്നെ അംഗീകരിച്ച, എന്നെ ആദരിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ എനിക്കും എൻ്റെ 4 മക്കൾക്കും സ്വർഗമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുന്നത്, ഇത് ആര് പറയുന്ന വാക്കാണെന്നാണ്. ജാഹിലിയത്തിൽ 2 സഹോദരന്മാർ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കരഞ്ഞ് ജീവിതം തീർത്തൊരു പെണ്ണ് ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിമായി. അന്ന് ഖൻസ ജാഹിലിയത്തിലായിരുന്നു, ഇന്ന് ഖൻസ മുസ്ലിമാൻ. ആ ഇസ്ലാം ജാഹിലിയത്തിൽ നിന്നുള്ള ഖൻസാവിനുണ്ടാക്കിയ മാറ്റമാണ് നമ്മളിവിടെ കാണുന്നത്.